ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമദ് നാരായണീയ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാന്റെ രൂപത്തെപ്പറ്റി വർണ്ണിച്ചു അല്ലേ. ഭഗവാന്റെ ആ രൂപം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യപ്രേരയതേ മതിമതേതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിശീതബാഷ്പവിസരൈः ആനന്ദമൂർച്ഛോത്ഭവൈः അല്ലേ. നമ്മളെ ശരീരം മുഴുവനും കോൾമയിർ കൊള്ളിക്കുന്നു, കുളിർത്ത കണ്ണുനീർ കൊണ്ട് നമ്മളെ സന്തോഷം കൊണ്ട് കണ്ണുനീരണിയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തി. ഭഗവാന്റെ മനോഹരമായ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഭക്തി വർദ്ധിക്കാനായിട്ട് ഈ രൂപം കണ്ടാൽ മതി. അതുകൊണ്ട് അത് ഇനി അടുത്തത് ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ടത് ഈ ഭക്തി യോഗത്തെ എല്ലാവർക്കും എങ്ങനെ പ്രാപിക്കാം എന്നാണ്. അടുത്ത ശ്ലോകങ്ങളിൽ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കേണ്ട. ഇന്ന് 7ഉം 8ഉം ശ്ലോകങ്ങൾ. ഇന്ന് നമ്മുടെ 9ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ നമുക്കൊന്ന് വായിക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യഥോപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം ഇവിടെ കുറച്ചും കൂടി നമ്മൾ ഇതിലേക്ക് ജ്ഞാനയോഗവും കർമ്മയോഗവും ഈ ശ്ലോകത്തിൽ പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ ഏവം ഭൂതദയാഹി ഭക്തി അഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശം ഉത്തമതരാ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യ ഏകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തി നിസ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഇതിൽ എന്താണ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ആ ഭക്തി പാരവശ്യത്തെപ്പറ്റി ആദ്യം പറഞ്ഞു, ഭക്തി യോഗത്തെപ്പറ്റി. ഇനി ഇതിൽ പറയുന്നു കർമ്മയോഗവും ജ്ഞാനയോഗവും. ആ 2 യോഗദ്വയാത്, 2 യോഗങ്ങൾ കർമ്മയോഗവും ജ്ഞാനയോഗങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഭക്തിയോഗമാണ് എന്ന് പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. അത് എങ്ങനെയാണ് സംബോധന? ലഭ്യ രമാവല്ലഭ എന്ന്. അല്ലയോ രമിപ്പിക്കുന്നവനായ രമയുടെ വല്ലഭ, അല്ലയോ ഗുരുവായൂരപ്പ. രമ മഹാലക്ഷ്മി. രമ എന്ന് പറഞ്ഞാൽ തന്നെ രമിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പം എല്ലാവരെയും രമിപ്പിക്കുന്നവളായ രമയെപ്പോലും രമിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, രമയുടെ വല്ലഭ എന്ന് സംബോധന. എന്നിട്ട് പറയാണ് ഏവം ഭൂതതയാഹി ഭക്തി അഭിഹിതോ. ഇപ്രകാരം ഭൂതതയ ഭവിച്ചതുകൊണ്ട്, ഭൂതം
ഭവിച്ചത്. ഭൂതതയ എന്ന് പറഞ്ഞാൽ ഭവിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്രകാരമൊക്കെ ഭവിച്ചത് കൊണ്ട് ഭക്തി അഭിഹിതോ, ഭക്തി എന്നറിയപ്പെടുന്ന, അഭിഹിതം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക. അപ്പോൾ ഭക്തി എന്നറിയപ്പെടുന്ന യോഗം, ആ യോഗം, അതാണ് സ, ഇവിടെ ആ സായുടെ അർത്ഥം ആ യോഗം യോഗദ്വയാത്, ആ രണ്ട് യോഗങ്ങളെക്കാൾ, ഏതാ രണ്ട് യോഗങ്ങൾ താഴെ പറയുന്നു, കർമ്മജ്ഞാനമയാത്, കർമ്മയോഗവും ജ്ഞാനയോഗവും അതിനേക്കാൾ ഭൃശം എന്ന് പറഞ്ഞാൽ അത്യന്തം, ഭൃശം ഉത്തമതരം, ഉത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം. അപ്പം അത്യന്തം ശ്രേഷ്ഠകരമാണ് എന്ന് പറയുന്നു. എന്ത്? ഭക്തിയോഗം കർമ്മജ്ഞാനത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും അത്യന്തം ശ്രേഷ്ഠകരമാണ് എന്ന് ആരാ പറയുന്നേ? മേൽപ്പത്തൂരും അല്ല പറയുന്നത്, ഞാനും അല്ല പറയുന്നത്, ആരുമല്ല. ആരാ പറയുന്നത്? യോഗീശ്വരേർഗീയതേ, യോഗീശ്വരന്മാർ പാടുന്നു. യോഗീശ്വരന്മാരാണ് പറയുന്നത്. യോഗികളിൽ ഈശ്വരന്മാർ ആരായിരിക്കും? യോഗീശ്വരന്മാർ നമ്മളുടെ വ്യാസനും നാരദനും പിന്നെ ശുകമഹർഷിയും ഒക്കെയാണ് യോഗീശ്വരന്മാർ. അപ്പോൾ യോഗീശ്വരന്മാർ പാടുന്നു എന്ത്? കർമ്മജ്ഞാനത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് ഭക്തിയോഗം എന്ന്. അല്ലയോ രമാവല്ലഭ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഈ ആദ്യമായിട്ട് നാരദ മഹർഷിക്ക് ആദ്യം ഭഗവാൻ ഈ എല്ലാ ഉപനിഷത്തുക്കളും അതും ഇതുമെല്ലാം അതിനെ കഴിഞ്ഞും ഏറ്റവും എളുപ്പമുള്ളത് ഭാഗവതമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഭാഗവതം എഴുതിയതാരാ? വ്യാസമഹർഷി. ആ വ്യാസമഹർഷിയെ കൊണ്ട് എഴുതിപ്പിച്ചതാരാ? നാരദൻ ആരാ പറഞ്ഞു കൊടുത്തത്? മഹാവിഷ്ണു. അപ്പം ഓരോ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത് മഹാവിഷ്ണു. അങ്ങനെയാണ് ഈ ഇത്. അപ്പോൾ ഇവരെല്ലാവരും യോഗീശ്വരന്മാരാണ്. ഈ യോഗീശ്വരന്മാരാൽ പറയപ്പെടുന്നു ഭക്തിയോഗമാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന്. എന്നിട്ട് പറയുന്നു സൗന്ദര്യ ഏകരസാത്മകെ തൊയ്കലു, അങ്ങയുടെ ഈ ഭക്തിയോഗം അങ്ങയുടെ സൗന്ദര്യ ഏകരസാത്മകം, ആ ഏകരസാത്മകമായ സൗന്ദര്യം എന്ന ഏകരസാത്മകമായ അല്ലെങ്കിൽ ഏകരസാത്മകമായ അങ്ങയിൽ പ്രേമപ്രകർഷാത്മികമായ ഭക്തി. പ്രേമപ്രകർഷാത്മികം ഭഗവാന്റെ രൂപത്തെപ്പറ്റി പറഞ്ഞു ആദ്യം. ആ രൂപം, ആ സൗന്ദര്യം, മനോഹരമായ ഭഗവാന്റെ സൗന്ദര്യരസമാകുന്ന ഏകരസത്തിൽ പ്രേമപ്രകർഷാത്മികമായ ഭക്തി. നിസ്രമമേവ, നിസ്രമം എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാതെ അല്ലെങ്കിൽ ശ്രമിക്കാതെ, അധികം ക്ലേശമില്ലാതെ, വിശ്വപുരുഷൈഹി ലഭ്യ, വിശ്വപുരുഷന്മാർക്ക് വിശ്വപുരുഷൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എനി കോമൺ മെൻ അല്ലെങ്കിൽ എനി ഹ്യൂമൻ ബീങ്, അതായത് സാധാരണക്കാർ, എല്ലാ ജനങ്ങൾക്കും എന്നർത്ഥം. എല്ലാ ജനങ്ങൾക്കും പ്രയാസമില്ലാതെ കിട്ടാൻ പറ്റുന്നതാണ്. അല്ലെ ലഭ്യ നിസ്രമമേവ, എല്ലാ മനുഷ്യർക്കും സാധാരണക്കാർക്ക് പോലും സർവ്വജനങ്ങൾക്കും ഒരു പ്രയാസവുമില്ലാതെ കിട്ടുന്നതാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നു. അപ്പം ഏവം ഇപ്രകാരം ഭവിച്ചതുകൊണ്ട് ഭക്തിയോഗം അഭിഹിതം, അഭിഹിതം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതെന്നർത്ഥം. ഭക്തിയോഗം, ആ ഭക്തിയോഗമാകട്ടെ അഭിഹിതി ഹീന്നുണ്ട് അവിടെ, അതുകൊണ്ട് യോഗദ്വയാത്, ദ്വയം രണ്ടാണ്, രണ്ട് യോഗങ്ങളെക്കാൾ എന്നർത്ഥം.
ആ രണ്ട് യോഗം കർമ്മയോഗവും ജ്ഞാനയോഗവും അതിനേക്കാൾ ഭൃശം ഉത്തമതരം, ഏറ്റവും അത്യന്തം ഉത്തമതരമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് യോഗീശ്വരേർഗീയത യോഗീശ്വരന്മാർ പാടുന്നു. അടുത്തതിൽ സൗന്ദര്യൈകരസാത്മകെ, സൗന്ദര്യമാകുന്ന ഏകരസാത്മകമായ അങ്ങയിൽ പ്രേമപ്രകർഷം, പ്രേമം കൊണ്ടും, പ്രേമപ്രകർഷം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഭക്തി എന്നർത്ഥം. വർദ്ധിച്ച സൗന്ദര്യ സ്വരൂപനായിരിക്കുന്ന വർദ്ധിച്ച ഭക്തി ഉണ്ടാകാൻ അങ്ങയിൽ, ആ ഭഗവാനിൽ സൗന്ദര്യം കൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യ സ്വരൂപനായിരിക്കുന്ന അങ്ങയിൽ പ്രേമപ്രകർഷ വർദ്ധിച്ച ഭക്തി ഉണ്ടാകാൻ നിസ്രമമേവ വിശ്വപുരുഷൈഹി ലഭ്യ രമാവല്ലഭ, അല്ലയോ രമാവല്ലഭ, സാധാരണക്കാർക്ക് പോലും അങ്ങയുടെ ആ സുന്ദരമായ ഏകരസാത്മകത്തിൽ പ്രേമപ്രകർഷമായ ഭക്തി ഉണ്ടാകാൻ എളുപ്പമാണ്, നിസ്രമം പ്രയാസമില്ലാതെ കിട്ടുന്നു എന്ന് സാരം. അപ്പം ഏവം ഭൂതതയാ ഹി ഭക്തി അഭിഹിതോ, അഭിഹിതം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതെന്നർത്ഥം. യോഗദ്വയാതെന്ന് പറഞ്ഞാൽ രണ്ട് യോഗങ്ങളെക്കാൾ, ആ രണ്ട് യോഗം കർമ്മയോഗവും ജ്ഞാനവും, കർമ്മജ്ഞാനമയാത് കർമ്മയോഗവും ജ്ഞാനയോഗത്തെക്കാൾ ഭൃശം, ഭൃശം എന്ന് പറഞ്ഞാൽ അത്യന്തം, ഉത്തമതരം ശ്രേഷ്ഠമായത്, യോഗീശ്വരർ ഗീയത എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുക എന്നാണ് ഗീയത എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ പാടുന്നു, പാടുക എന്നൊക്കെ അർത്ഥം. സൗന്ദര്യം ഏകരസാത്മകം, സൗന്ദര്യം അങ്ങയുടെ സൗന്ദര്യമാകുന്ന ഏകരസത്തിൽ ഏകരസാത്മകമായ അങ്ങയിൽ പ്രേമപ്രകർഷാത്മികം, പ്രേമം ഉണ്ടായിട്ട് ആ പ്രേമപ്രകർഷാത്മികമായ ഭക്തി വേഗത്തിൽ കിട്ടുന്നു, അല്ലെങ്കിൽ അധികം പ്രയാസമില്ലാതെ, നിസ്രമം ശ്രമമില്ലാതെ പ്രയാസമില്ലാതെ വിശ്വപുരുഷൈഹി ലഭ്യ, വിശ്വപുരുഷന്മാർക്ക് കിട്ടുന്നു. വിശ്വപുരുഷൻ ഇവിടെ പറയുന്നത് സർവ്വജനങ്ങൾക്ക്, എല്ലാവർക്കും, സാധാരണക്കാർക്ക്, എനി കോമൺ മെൻ എല്ലാവർക്കും കിട്ടുന്നു എന്നാണ്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരേർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. പ്രേമപ്രകർഷാത്മികാ ഭക്തി. അടുത്ത ശ്ലോകം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യഥൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഒന്നും കൂടെ ഭക്തിയോഗത്തെ മറ്റ് രണ്ട് യോഗങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ട് പിന്നെയും ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും നോട്ട് ഡിസൈറബിൾ, ഈ ലക്ഷ്യം പ്രാപിക്കാനായിട്ട് ഏറ്റവും വേണ്ടത് ഭക്തിയോഗമാണെന്ന് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യഥൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അല്ലയോ വിഭോ, തസ്മാത് അതുകൊണ്ട് എന്നർത്ഥം. അപ്പം ഏതുകൊണ്ടാണ്? നിഷ്കാമം നിയത സ്വധർമ്മചരണം. നിഷ്കാമം എന്ന് പറഞ്ഞാൽ
കാമനയില്ലാതെ, ഫലേച്ഛ കൂടാതെ, എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഫലം ഇച്ഛിക്കാതെ നിയത സ്വധർമ്മചരണം. നിയത സ്വധർമ്മചരണം എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെട്ട ധർമ്മം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ധർമ്മം പറഞ്ഞിട്ടുണ്ട്. വർണ്ണാശ്രമധർമ്മം എന്ന് പറയും അല്ലേ. ക്ഷത്രിയന്മാർക്ക് യുദ്ധം, അതാണ് അവരുടെ ധർമ്മം. അതുപോലെ ശൂദ്രന്മാർക്ക് ഇന്ന ധർമ്മം, ഓരോരുത്തർക്കും ഓരോ ധർമ്മം. സന്യാസികൾക്ക് സന്യാസധർമ്മം, ഗൃഹസ്ഥികൾക്ക് ഗൃഹസ്ഥാശ്രമധർമ്മം, അങ്ങനെ ഓരോന്നുണ്ട്. ആ ധർമ്മങ്ങൾ, ആചരിക്കപ്പെടേണ്ട ധർമ്മങ്ങൾ, അത് ധർമ്മങ്ങൾ പല ഇതിലുണ്ട്. കർമ്മങ്ങൾ നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാവിധം. ഈ നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം എന്നൊക്കെ പറഞ്ഞ് കർമ്മങ്ങൾ കുറേയുണ്ട്. അതിൽ ഭക്തി യോഗത്തിൽ വരുന്നത് നിത്യകർമ്മം, ദിവസവും ചെയ്യേണ്ട കർമ്മം. പിന്നെ നൈമിത്തിക കർമ്മം വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില വിശേഷ ദിവസങ്ങളിൽ ആചരിക്കേണ്ട കർമ്മങ്ങൾ. അപ്പോൾ ഇത് രണ്ടുമാണ് ഭക്തി ഇതിൽ വരുന്നത്. അപ്പം നിഷ്കാമം, ഫലേച്ഛ കൂടാതെ വിധിക്കപ്പെട്ട അവനവൻ്റെ ധർമ്മ ആചരണം. യതെന്ന് പറഞ്ഞാൽ യാതൊന്ന്, കർമ്മയോഗ എന്ന പേര്. അഭിതം എന്ന് പറഞ്ഞാൽ നാമം, പേരോട് കൂടിയത്. യത് കർമ്മയോഗാഭിതം, യാതൊന്നാണോ കർമ്മയോഗം എന്നറിയപ്പെടുന്നത്, തതെന്ന് പറഞ്ഞാൽ അത് ദൂരേത്യഫലം. ദൂരേത്യഫലം എന്ന് പറഞ്ഞാലോ ദൂരെ, അതായത് പെട്ടെന്നൊന്നും കിട്ടില്ല ഫലം. ഉടനെ കിട്ടാത്തത്. ഏതാണ് ഉടനെ കിട്ടാത്തത്? യത് ഔപനിഷദജ്ഞാനോപലഭ്യം. ഉപനിഷത്തുക്കളിൽ നിന്നുള്ള ആ ഫലം പെട്ടെന്ന് കിട്ടില്ല, ദൂരെ പിന്നേ കിട്ടുള്ളൂ. ജ്ഞാനോപലഭ്യം പുനഃ, ഇവിടെ പിന്നെ. തത് അവ്യക്തതയാ സുദുർഗമതരം. സുദുർഗമതരം എന്ന് പറഞ്ഞാലോ അത് അവ്യക്തമായ ദുർഗം ക്ലേശമാണ്. സുദുർഗം എന്ന് പറഞ്ഞപ്പം നല്ല ക്ലേശം. പിന്നെ തരം ഒന്നും കൂടെ കൂട്ടി, ദുർഗമ തരം എന്ന് പറയാൻ ഏറ്റവും പ്രയാസമുള്ളത്, ഏറ്റവും ക്ലേശകരമാണ്. ചിത്തസ്യ തസ്മാത്, ചിത്തസ്യ മനസ്സിന് ഏറ്റവും ക്ലേശകരമാണ് ഉപനിഷത്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന ജ്ഞാനം. പിന്നെയോ അവ്യക്തവുമാണ്, സുദുർഗതരവുമാണ്. മനസ്സിന് ക്ലേശമുള്ളതാണെന്ന് അർത്ഥം ഉപനിഷത്തുക്കളിൽ നിന്നുള്ള ഈ ജ്ഞാനം കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തസ്മാത്, ദെയർഫോർ എന്നർത്ഥം. വിഭോ ത്വത് പ്രേമാത്മക ഭക്തി, അങ്ങയിലുള്ള പ്രേമാത്മകമായ ഭക്തി ഭക്തി മാത്രമാണ്. സതതം എന്ന് പറഞ്ഞാൽ എപ്പോഴും. സ്വാദീയസി ശ്രേയസി. അപ്പം നിഷ്കാമമായ ഭക്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങയിലുള്ള ആ പ്രേമാത്മകമായ ഭക്തി മാത്രമാണ് ഏറ്റവും ആസ്വാദ്യകരം. അതാണ് സ്വാദീയസി, ഏറ്റവും സ്വാദുള്ളത് എന്ന് പറഞ്ഞാൽ ആസ്വാദ്യകമായ ശ്രേയസ്സിലേക്ക് എത്തിക്കുന്നത്. ശ്രേയസ് എന്ന് പറയുന്നത് കീർത്തി. അപ്പം നമ്മളുടെ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും എപ്പോഴും ചെയ്യേണ്ടത് ഭഗവാന്റെ പ്രേമാത്മകമായ ഭക്തിയിൽ ഇത് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ആ രൂപം ആദ്യം തന്നു, അത് കഴിഞ്ഞ് നമ്മളോട് പറയുകയാണ് ഉപനിഷത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ജ്ഞാനയോഗമൊക്കെ പിന്നെയേ വരുള്ളൂ. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട മുമുക്ഷുക്കൾക്ക് എന്ന് പറഞ്ഞാൽ മോക്ഷം കാമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വേഗം ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ പ്രേമാത്മകമായ ഭക്തി
അതാണ് ഏറ്റവും ശ്രേയസ്കരം എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നത് ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ കണ്ടുകൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഫലേച്ഛ കൂടാതെ നിഷ്കാമം നിയത സ്വധർമ്മചരണം, നമ്മൾക്ക് നമ്മളുടെ വിധിക്കപ്പെട്ട എന്നർത്ഥം നിയത സ്വധർമ്മം, വിധിക്കപ്പെട്ട ധർമ്മം. അതായത് ഓരോ ഇതിലും ഓരോരുത്തർക്ക് ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഫലേച്ഛയും കൂടാതെ ചെയ്യുക. അപ്പം നമ്മൾക്ക് ഭഗവാനിൽ നിന്ന് ആ ഇത് കിട്ടും. അപ്പോൾ ഉപനിഷത്തുക്കളുടെ നമ്മൾക്ക് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയും ഇല്ലേ? ചിലർ മക്കൾ ഡോക്ടറാക്കാൻ വേണ്ടി നിർബന്ധിച്ച് കൊണ്ടുപോയി ഡോക്ടറാക്കാൻ വിടും. പക്ഷെ അവർക്ക് പറ്റുമോ? ഇല്ല. അവർക്ക് വേറെ എന്തിലെങ്കിലും ആയിരിക്കും ഇൻട്രസ്റ്റ്. അപ്പം ആ ഇൻട്രസ്റ്റ് നോക്കി വേണം. അപ്പം നമ്മൾക്കിവിടെ ഉപനിഷത്തൊക്കെ പഠിച്ച് ജ്ഞാന യോഗത്തിലേക്ക് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഭക്തി യോഗമാണ് ഏറ്റവും എളുപ്പം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. നിഷ്കാമം നിയത സ്വധർമ്മചരണം, ധർമ്മ ആചരണം എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ നമ്മൾ ചെയ്യുക. അതാണ് യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ യത് ഔപനിഷദജ്ഞാനം. ഉപനിഷത്തിൽ നിന്നുള്ള ജ്ഞാനത്തെയാണ് ഔപനിഷദജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഔപനിഷദ ജ്ഞാനം എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളിൽ നിന്നുള്ള ജ്ഞാനമൊക്കെ പിന്നെ ദൂരെ പിന്നെയേ കിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ അത് ഉടനെ കിട്ടുന്നതല്ല. അപ്പോൾ ഏറ്റവും ഉടനെ കിട്ടാനുള്ളതും ഏറ്റവും എളുപ്പവുമായ ഇതെന്താണ്? തത് അവ്യക്തതയാ സുദുർഗമതര. അതൊക്കെ കിട്ടാൻ വളരെ ക്ലേശമാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമായത്, മനസ്സിന് ഏറ്റവും എളുപ്പമുള്ളതും കിട്ടുന്നതുമാണ് സതതം ത്വത്പ്രേമാത്മക ഭക്തി. അതാണ് എപ്പോഴും ഭഗവാന്റെ പ്രേമാത്മകമായ ആ ഭക്തിയിൽ ആണ് എപ്പോഴും നമ്മൾക്ക് ശ്രേയസ്സിലേക്ക് നമ്മളെ എത്തിക്കുന്നതും നമ്മളുടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ എളുപ്പമായതും. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ഒന്നിച്ച് പറയുമ്പോൾ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മക ഭക്തി ഏവ സതതം ഭക്തി ഏവ ഭക്തിരേവ വരും അവിടെ. സ്വാധീയസി ശ്രേയസി. ഇനി നമ്മൾക്കതൊന്നും കൂടി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് വിവരിക്കാം. 7, 8. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പുരുഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിസ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. യാതൊരു ഭക്തിയോഗത്തെയാണോ ഇവിടെ പ്രസ്താവിച്ചത് അത് കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും നിന്ന് ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു. വ്യാസനാരദാദികളാൽ ബഹുപുരാണങ്ങളിൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. അത് ഏറ്റവും ഇതായിരിക്കുന്നു. സൗഭാഗ്യസാര സ്വരൂപനായ ഭഗവാനിലുള്ള പരമപ്രേമമാകുന്ന ഭക്തി സകല ലോകർക്കും നിഷ്പ്രയാസം ലഭിക്കുന്നതാണ് എന്ന്. അടുത്ത ശ്ലോകത്തിൽ നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാഭിതം തദ്ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. ചതുർവർണ്ണങ്ങൾക്ക് 4 വർണ്ണങ്ങൾ, ഗൃഹസ്ഥാശ്രമം,
സന്യാസം ഒക്കെ തുടങ്ങിയ ആ 4 വർണ്ണാശ്രമങ്ങൾ അത് അതാത് ധർമ്മങ്ങളുടെ അനുഷ്ഠാന രൂപമായ കർമ്മയോഗത്തിലൂടെ കാലാന്തരത്തിൽ മാത്രം ഫലത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ വേദസാരഭൂതങ്ങളായ ഉപനിഷത്ത് വാക്യങ്ങളാൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്താൽ ലഭിക്കപ്പെടാവുന്ന മോക്ഷം എന്ന ഫലം ഇന്ദ്രിയ വിഷയമല്ലാത്തതിനാൽ ജ്ഞാനയോഗവും മനസ്സിന് അഗമ്യമായി ഭവിക്കുന്നു. ജ്ഞാനയോഗം പെട്ടെന്ന് കിട്ടുന്നില്ല, അഗമ്യം എന്ന് പറഞ്ഞാൽ ഗമിക്കാത്തതാവുന്നു. അപ്പോൾ ഭക്താഭീഷ്ടവരതനായ ഭഗവാനെ കർമ്മയോഗവും ജ്ഞാനയോഗവും അതിപ്രയാസ സാധ്യമാകയാൽ ഏറ്റവും പ്രയാസമുള്ളതായതുകൊണ്ട് അങ്ങയിലുള്ള പ്രേമസ്വരൂപിണിയായ ഭക്തി, ആ ഭക്തിയോഗം തന്നെയാണ് അത്യന്തം ആസ്വാദ്യകരവും ശ്രേയസ്കരവും ആയിട്ടുള്ളത് എന്ന്. ഇപ്പം പരമാനന്ദ രസാനുഭൂതി എന്ന അതിൻ്റെ ഫലപ്രാപ്തി പെട്ടെന്ന് കിട്ടുന്നതാണ് എന്ന് പറയുന്നു. ഞാൻ അടുത്ത 2 ശ്ലോകം ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരി ഓം നാരായണ.